La 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 oh la 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 ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ കൊമ്പെട് കുറുങ്കുഴൽ കൊട് കപ്പെട് തകിൽപ്പുറം കൊട് നഗരതീരങ്ങളിലകരിയിൽ കുതിരവേ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ ഇത് പവിഴക്കൊട്ടാരം രാത്തിങ്കൾ കണ്ണായി മിന്നും മിന്നൽ മിന്നാരം ശറാബ് പോലെ തുള്ളി തുള്ളി തുളുമ്പും നെഞ്ചിൽ നിന്നും നേരിൻ സംഗീതം ഉള്ളിനുള്ളിൽ തുടിക്കും അന്തി പിന്നും കാന്തൽ പൂവട്ടം വണ്ടികളെ തുരത്തിയോട്ടും വണ്ടി ഇത് പറക്കും വണ്ടി ഇത് പാവങ്ങളുടെ വണ്ടി ഇത് കുറുകുറുപ്പന്റെ വണ്ടി ഇത് കുടുംബങ്ങൾക്ക് വേണ്ടി ഇത് കയ്യെ തട്ടി കൂപ്പിട്ടാ നിൽക്കും കാറ്റിൻ സ്പീഡിൽ സിറ്റിയിൽ പറക്കും ട്രാഫിക് ജാമിൽ നെട്ടോട്ടം കുതിക്കും റോക്കറ്റ് കണ്ടാൽ എല്ലാവരും വിറയ്ക്കും തീയടാ തീയടാ അയ്യടാ അയ്യടാ തീയടാ തീയടാ അയ്യടാ അയ്യടാ മൂന്ന് ചക്ര വണ്ടി ഇത് മൂച്ചെടുക്കും വണ്ടി ഇത് മുരട്ടുകാല വണ്ടികളെ തുരത്തിയോ ദിശ നഷ്ടപ്പെട്ടതായ ലോകത്തിൽ വിവേകത്തോടെ വിചാരപ്പെടേണ്ടത് ആവശ്യമാണ്. ചുറ്റുപാടുകളിലെ യാഥാർത്ഥ്യങ്ങളെ ഗൗനിക്കാതെ വിവരസാങ്കേതിക വിദ്യയുടെ മായയായ ലോകത്തിലേക്കാണ് നമ്മുടെ ഈഷ്ണങ്ങൾ ദൃഷ്ടിവെക്കുന്നത്. ദൈനംദിന മാനസിക ശാരീരിക വളർച്ചയിലൂടെ മുന്നേറി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കേണ്ട തലമുറ
വിവരസാങ്കേതിക വിദ്യയുടെ മിഥ്യാഭാവനയിൽ വരൾച്ചയിലേക്ക് നിബദിക്കുന്നു. 3 വയസ്സ് പ്രായമുള്ള മാളു എന്ന കുട്ടി അവളുടെ ലോകം കാർട്ടൂണുകളും ഗെയിംസുകളും നിറഞ്ഞതായിരുന്നു. അതിൻ്റെ വർണ്ണാഭമായ കാഴ്ചകളും ശബ്ദങ്ങളും അവളുടെ ദൃഷ്ടിയെയും ശ്രവണ നാഡികളെയും ബുദ്ധിമണ്ഡലത്തെയും മത്തുപിടിപ്പിക്കുന്ന തരത്തിലായിരുന്നു. വെർച്വൽ ഇടപാടുകൾ, അവൾ കാണുന്ന കാർട്ടൂണുകൾ, ഗെയിമുകൾ എല്ലാം വല്ലാത്തൊരു തീവ്രമായ ആഗ്രഹം അവളിൽ ഉണർത്തുന്നു. എന്നാൽ യാഥാർത്ഥ്യ ലോകത്തിന്റെ തിരക്കുകൾ, സ്നേഹബന്ധങ്ങൾ, ചുറ്റുപാടുകളിൽ സഹവസിക്കുന്ന ജനതകളും ഒന്നും യാതൊരുവിധ ആകർഷണീയതയും അവളിൽ ഉണർത്തിച്ചില്ല. വാക്കുകളുടെ അതിഭാഷണങ്ങളല്ല, വിവര സാങ്കേതികതയുടെ വർണ്ണാഭമായ കിനാവുകളും ഈഷ്ണങ്ങളുമാണ് അവളിൽ നിറം പകർന്നത്. അവിടെയെല്ലാം അവൾക്ക് ആഹ്ലാദം പകരുന്നു. നമ്മുടെ തലമുറകളുടെ ഭാവി തന്നെ ചോദ്യചിഹ്നമായി മാറുന്ന കാലഘട്ടത്തിൽ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ താങ്ങാകേണ്ടത് മാതാപിതാക്കളായ നാം ഓരോരുത്തരുമാണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വിചാരങ്ങളോടെ ജീവിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുക. ഞങ്ങൾ അവതരിപ്പിക്കുന്നു വിചാരങ്ങളുടെ ഭംഗി, ദ ബ്യൂട്ടി ഓഫ് തോട്ട്സ്. മോളെ മാളു, ഈ കൊച്ചത് എവിടെയാ? നീ എന്താ മോളെ വിളിച്ചിട്ട് വിളി കേൾക്കാത്തത്? ഈയിടെ നീ പലപ്പോഴും ഇങ്ങനെയാണല്ലോ. ഞാൻ വിളിക്കുന്ന നീ കേൾക്കുന്നില്ലേ? ദൈവമേ, ഈ കുഞ്ഞിന് വല്ല കേൾവിക്കുറവും കാണുമോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ആരോടാ ഇതൊന്ന് പറയേണ്ടത്? എന്താ ഗീതേ, നീ രാവിലെ ഒറ്റയ്ക്ക് നിന്ന് പിറുപിറുക്കുന്നത്? ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലാതില്ല, നീ കാര്യം പറ. ഈയിടെ നിങ്ങൾ മോളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര തവണ പേര് വിളിച്ചാൽ അവൾ ശ്രദ്ധിക്കാറില്ല. ഇനി അവൾക്ക് വല്ല കേൾവിക്കുറവും കാണുമോ? അതോ മനഃപൂർവ്വം ശ്രദ്ധിക്കാത്താണോ? മാത്രമല്ല, മുമ്പ് പറഞ്ഞിരുന്ന പല വാക്കുകളും അവളിപ്പോൾ പറയുന്നതും ഇല്ല. ശരിയാ, ഈയിടെയായി ഞാനും അത് ശ്രദ്ധിച്ചു. വിളിക്കുമ്പോഴൊന്നും ഒട്ടും ശ്രദ്ധയില്ലാത്തതുപോലെ, സംസാരവും ഒരുപാട് കുറഞ്ഞു. എന്തായാലും നീ വിഷമിക്കാതിരിക്കെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം. ശരി മോളെ, നീ ആ ഫോണിങ് തന്നെ മതി. നീ ഫോൺ കണ്ടത്. നീ വാശി പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഫോൺ തരില്ലെന്ന് പറഞ്ഞാൽ ഞാൻ തരില്ല. എന്താ ഗീതേ, രാവിലെ അമ്മയും മോളും തമ്മിലൊരു വഴക്ക്? നീ എന്തിനാ കുഞ്ഞിനോട് ഇത്ര ബഹളം വെക്കുന്നത്? അതൊന്നും ഇല്ലടി. ഈയിടെ അവൾക്ക് ഭയങ്കര വാശിയും ബഹളമാണ്. പ്രത്യേകിച്ച് ഫോൺ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കുമ്പോൾ സംസാരമൊക്കെ ഒരുപാട് കുറഞ്ഞു. മുമ്പ് സംസാരിച്ചിരുന്ന പല വാക്കുകളും ഇപ്പോൾ പറയുന്നില്ല. ആവശ്യങ്ങളെല്ലാം ആക്ഷനിലൂടെ അവൾ കാണിക്കുന്നത്. എത്ര വിളിച്ചാലും ഒന്നും ശ്രദ്ധിക്കില്ല. ഫോൺ കാണാനാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. അവളെ അടക്കിയിരുത്താൻ ഞങ്ങൾ പണ്ട് ഫോൺ കൊടുക്കുമായിരുന്നു. ഇനി ഇതങ്ങനെ വല്ലതും സംഭവിച്ചതാണോ? ആർക്കറിയാം. എനിക്കെന്തോ ആകെ പേടിയാവുന്നു. ആണോ? നീ വിഷമിക്കാതിരിക്കെ, നമുക്ക് എന്തേലും വഴിയുണ്ടാക്കാം. ഞാൻ ഇതേപ്പറ്റി ആരോടെങ്കിലും ഒന്ന് തിരക്കാം. എന്നാ ശരിയടി, ഞാൻ പോട്ടെ. അവിടെ ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലികളുണ്ട്. കുഞ്ഞിന്റെ ബഹളം കേട്ട് വന്നതാ ഞാൻ. എന്നാ ശരിയടി, നീ പൊയ്ക്കോ. ചേട്ടനും ഇതേപ്പറ്റി തിരക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗീതേ, ഗീതേ, നീ എവിടെയാ? മോടെ കാര്യം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി ഒരു ഡോക്ടറിനോട് സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടർ ഇന്നത്തേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ട്. നീയും കുഞ്ഞും വേഗം റെഡിയാകും. നമുക്കൊന്ന് പോയി ആ ഡോക്ടറിനെ ചെന്ന് കാണാം. ആണോ? എന്നാൽ ഞങ്ങൾ വേഗം റെഡിയാകാം. ഡോക്ടർ, മേ ഐ കം ഇൻ? യെസ്, വരൂ. പറയൂ, എന്തു പറ്റി? ഡോക്ടർ, മോക്കിപ്പോൾ 3 വയസ്സുണ്ട്. ഈയിടെ കുഞ്ഞു പേര് വിളിക്കുമ്പോൾ തീരെ ശ്രദ്ധിക്കുന്നില്ല. മുഖത്തേക്ക് നോക്കുന്നില്ല. ഭയങ്കരമായിട്ട് വാശി കാണിക്കുന്നു. അടങ്ങിയിരിക്കുന്നുമില്ല. ശരി, മോളുടെ പേരെന്താ? മാളു. വയസ്സ്? 3 വയസ്സ്. പ്രഗ്നൻസി പീരീഡിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല ഡോക്ടർ, ആ ടൈമിൽ എനിക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. സ്കാനിങ് എല്ലാം നോർമലായിരുന്നു. മോളെ മാസം തികഞ്ഞു തന്നെയാണോ പ്രസവിച്ചത്? അതെ ഡോക്ടർ. മോള് നടന്നു തുടങ്ങിയത് 1 വയസ്സിലാണോ? അതെ.
സംസാരിച്ചു തുടങ്ങാൻ താമസമുണ്ടായിരുന്നോ? ഉണ്ട് ഡോക്ടർ. 2 വയസ്സിലാണ് അവൾ ആദ്യത്തെ വാക്ക് പറഞ്ഞത്. മോളുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് അവൾ പറയുന്നത്? ആവശ്യങ്ങളൊന്നും അവൾ പറഞ്ഞു ചോദിക്കാറില്ല. എല്ലാം ആക്ഷനിലൂടെ മാത്രമാണ് കാണിക്കുന്നത്. ശരി, മോൾ ഒരുപാട് ഫോൺ, TV കാണുമായിരുന്നോ? ഉവ്വ് ഡോക്ടർ. ഞങ്ങളുടെ തിരക്കുകൾ കാരണം 1 വയസ്സ് മുതൽ തന്നെ അവൾക്ക് ഞങ്ങൾ ഒരുപാട് നേരം ഫോൺ കൊടുക്കുമായിരുന്നു. അത് കിട്ടുമ്പോൾ അവൾ അടങ്ങിയിരുന്ന് എത്ര നേരം വേണമെങ്കിലും അത് കണ്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ഡോക്ടർ, മുമ്പ് പറഞ്ഞിരുന്ന പല വാക്കുകളും അവൾ ഇപ്പോൾ പറയുന്നില്ല. വിളിച്ചാലൊട്ട് ശ്രദ്ധിക്കില്ല. ഇനി അവൾക്ക് വല്ല കേൾവിക്കുറവും കാണുമോ ഡോക്ടർ? ഏയ്, കേൾവിക്കുറവ് ഉള്ളത് കൊണ്ടല്ല കുഞ്ഞ് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കാത്തത്. ഈ ഇടയായി ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ അവസ്ഥയിൽ ഇവിടെ വരാറുണ്ട്. ഒരു പക്ഷേ 3 വയസ്സിന് മുമ്പ് തന്നെ ഒരുപാട് സ്ക്രീൻ ടൈം കിട്ടിയത് കൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചത്. ചെറിയ പ്രായത്തിൽ ഒരുപാട് സ്ക്രീൻ ടൈം കൊടുത്താൽ അവരുടെ സംസാര ഭാഷ വികസനങ്ങൾക്ക് താമസം വരികയും അവരുടെ സ്വഭാവ ചെയ്തികളിൽ വ്യത്യാസം വരികയും അതിലൂടെ അവരുടെ ആശയവിനിമയ സാധ്യത നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ സമയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ആവശ്യം നമ്മൾ മുതിർന്നവരോടൊപ്പമുള്ള സംസാര ഇടപെടലുകളാണ്. അവരുടെ സംസാര ഭാഷ വികസനത്തിന് അതൊരുപാട് ഗുണം ചെയ്യും. ഡോക്ടർ, അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ പ്രശ്നം മാറില്ലേ? ഞങ്ങൾക്ക് പേടിയാകുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾ പേടിക്കുകയല്ല വേണ്ടത്, മറിച്ച് കുഞ്ഞിന് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് എത്രയും വേഗത്തിൽ തന്നെ കൊടുക്കുകയാണ് വേണ്ടത്. കൂടാതെ ഈ ഫോണൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ 2 പേരും കുഞ്ഞിനോട് നന്നായി സംസാരിക്കുകയും ആ സംസാരത്തിലൂടെ ആശയവിനിമയം നടത്താൻ കുഞ്ഞിനെ പഠിപ്പിക്കുകയും വേണം. എന്ത് ട്രീറ്റ്മെൻ്റാണ് ഡോക്ടർ ഞങ്ങൾ കൊടുക്കേണ്ടത്? എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ എത്രയും ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ സംസാര വൈകല്യങ്ങളെയും അതുമായി ബന്ധപ്പെട്ട മറ്റ് ബുദ്ധിമുട്ടുകളെയും തിരിച്ചറിഞ്ഞ് കുഞ്ഞിനാവശ്യമായ സ്പീച്ച് തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തെറാപ്പീസ് കൊടുത്ത് കുഞ്ഞിനെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. കുഞ്ഞിനിപ്പോ 3 വയസ്സായില്ലേ ഡോക്ടർ? അപ്പോൾ കുഞ്ഞിന് ഈ തെറാപ്പീസ് പ്രയോജനപ്പെടുവോ? അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. കുഞ്ഞിന്റെ പ്രായം ഇപ്പോൾ ഒരുപാട് കൂടിപ്പോയിട്ടൊന്നുമില്ല. പക്ഷെ ഇനിയും ഒരുപാട് താമസിപ്പിക്കരുത്. ഇല്ല ഡോക്ടർ, ഞങ്ങൾ എത്രയും വേഗം ട്രീറ്റ്മെന്റ് കൊടുത്തോളാം. എന്നാ ശരി. താങ്ക് യു ഡോക്ടർ. കണ്ടില്ലേ, ആദർശങ്ങളോടെ വളരേണ്ടുന്ന നമ്മുടെ തലമുറകൾ എങ്ങനെ മായാലോകത്തിന്റെ പ്രേക്ഷണത്തിൽ നിബന്ധിക്കുന്നതെന്ന്. വെർച്വൽ സ്ക്രീനുകൾ നല്ലതാണ്, എന്നാൽ പിഞ്ചുപ്രായത്തിലെ കുഞ്ഞുങ്ങൾക്ക് അത് വെച്ച് നീട്ടരുത്. മാതാപിതാക്കളുടെ സ്നേഹത്തിലും വാത്സല്യത്തിലും വളർന്നു വരേണ്ടവരാണ് അവർ. അതിന് പറ്റിയില്ലെങ്കിൽ അവരുടെ ഭാവി നമ്മളിലേക്ക് വിരൽ ചൂണ്ടും. ഓർക്കുക, നാളത്തെ ഭാവി മെനയേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. വിചാരങ്ങളോട് ജീവിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുക. വിചാരത്തിന്റെ ഭംഗി എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. അതെ, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി നമുക്ക് കൈകോർക്കാം.